ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംപ്സൺസ് റൂളിനെ കുറിച്ചിട്ടാണ്. നമ്മളിതിന് മുൻപേ ട്രപ്പിസോയിഡൽ റൂൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ ചെയ്തത്, ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി തന്നെയാണ് അവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. ബട്ട് അവിടെ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏരിയ അണ്ടർ ദാറ്റ് കർവ് ബിറ്റ്വീൻ എക്സ് ഇസ് ഓർഡിനേറ്റ്സ്, ദാറ്റ് ഈസ് എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു സം എ ടു എക്സ് ഇസ് ഈക്വൽ ടു ബി, അതിൻ്റെ ഇടയിൽ തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ അടിയിൽ വരുന്ന വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻറ്റഗ്രൽ തന്നെയാണ്. ഇൻറ്റഗ്രൽ വാല്യൂ ഓഫ് ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിന് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട്, ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോകുന്നത്. എഫിനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇൻറ്റഗ്രൽ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോവുകയാണ്, ലീനിയർ പോളിനോമിയൽ ആയിട്ടല്ല. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. ഇവിടെ എഫ് ഓഫ് എക്സ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അഗെയിൻ അതിന് നമ്മൾ ഇതിന് മുൻപ് ചെയ്ത മാതിരി തന്നെ ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാരബോള ആയിട്ടാണ് കിട്ടുക. പാരബോളയുടെ ഫോമിൽ വരും. എഗെയിൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ടു എച്ച്, അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് എച്ച് ടു എച്ച്, അതല്ലെങ്കിൽ എ ടു ബി, അങ്ങനെ തന്നിട്ടുള്ള ഒരു ഇൻ്റർവെലിൻ്റെ ഇടയിൽ ആ എഫ് ഓഫ് എക്സ്, ദാറ്റ് മീൻസ് ഈ ഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ തന്നെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടേക്ക് എങ്ങനെ എത്തും എന്നുണ്ടെങ്കിൽ ഫൈനൽ ഫോർമുല നമുക്ക് നോക്കാം. സിംപ്സൺസ് റൂളിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിംപ്സൺസ് 1/3 റൂൾ. ഓക്കെ, ഇതിനെ സിംപ്സൺസ് 1/3 റൂൾ എന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ പാരബോളിക് റൂൾ എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പാരബോളയാണ്. അതുകൊണ്ട് പാരബോളിക് റൂൾ എന്ന് പറയുന്നുണ്ട് ഇതിനെ, വേറൊരു പേര്. അപ്പം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാ മെത്തേഡ് നോക്കാം. ഇപ്പം ഇവിടെ മൈനസ് എച്ച് ടു എച്ച് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ട്രപ്പിസോയിഡൽ റൂളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ തന്നിട്ടുള്ള ഇൻ്റർവെലിനെ ഇത് എക്സ് നോട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച്, എക്സ് നോട്ട് പ്ലസ് 2h, എക്സ് നോട്ട് പ്ലസ് 3h പ്ലസ് എക്സെട്ര അപ് ടു ബി വരെ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ചെറിയ ഒരു വാല്യൂ ആണ് നമ്മുടെ ഇൻ്റർവെൽ എത്ര സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എച്ച് ആയിരുന്നു. അപ്പോൾ എത്ര സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ എൻ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു ഏത് ഫോമിൽ തന്നെ വരിക, ബി മൈനസ് എ ബൈ എൻ എന്നുള്ള ഫോമിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എൻ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെയും സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റഗ്രൽ വാല്യൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ദാറ്റ് ഈസ് വി ആർ അപ്രോക്സിമേറ്റിംഗ് ഇറ്റ് ടു ബി, നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ സിംപ്സൺസ് റൂൾ ആയതുകൊണ്ട് ഈ കിട്ടുന്ന ഇൻറ്റഗ്രൽ നമ്മൾ എസ് ആയിട്ട്, ഇതാണ് അപ്രോക്സിമേറ്റ് വാല്യൂ. നമ്മൾ ട്രപ്പിസോയിഡൽ റൂൾ ടി വെച്ച് ഡിനോട്ട് ചെയ്ത മാതിരി. ദസ് എസ് ഇസ് ഈക്വൽ ടു h/3 ഇൻറ്റു വൈ നോട്ട് പ്ലസ് 4y1 plus 2y2 plus 4y3 plus etc plus 2yn minus 2 plus 4yn minus 1 plus yn. ഇപ്പോൾ ഇവിടെ വൈ നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. y1 എന്ന് പറയുന്നത് x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സെട്ര. അങ്ങനെ yn എന്ന് പറയുന്നത് xnന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എഗെയിൻ നമുക്ക് എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്, ദാറ്റ് സ്റ്റെപ്പ് സൈസ് ആണ് നമുക്ക് എന്ത് തരുന്നത്, x1. അതേമാതിരി x1 പ്ലസ് എച്ച് ആണ് നമുക്ക് x2 ആയിട്ട് കിട്ടുക. അങ്ങനെ xn-1 പ്ലസ് എച്ച് ആണ് നമുക്ക് xn ആയിട്ട് കിട്ടുക. ഇവിടെ n ഓൾറെഡി ഈവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ് നോട്ട്, x1, x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്നത് ഇവിടെ ഒരു ഈവൻ നമ്പർ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ഇൻഡെക്സ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ എറർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെയും എഗെയിൻ എറർ എന്ന് പറയുന്നത് നമ്മൾ ഇ എസ് വെച്ച് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആക്ച്വൽ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ, ഇൻറ്റഗ്രൽ എ ടു ബി
എഫ് ഓഫ് എക്സ് ഡി എക്സിൽ നിന്ന് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ സിംപ്സൺസ് റൂളിന്റെ എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എറർ എസ്റ്റിമേറ്റ്. ഓക്കെ, പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചു. എറർ എസ്റ്റിമേറ്റ് നമ്മൾ ഇവിടുന്ന് കിട്ടി. പക്ഷെ ഈ എറർ എസ്റ്റിമേറ്റിന് എഗെയിൻ എന്തുണ്ടായിരിക്കണം? ഒരു അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ദാറ്റ് മീൻസ് മാക്സിമം ഇത്രയേ ഈ എറർ വരുള്ളൂ. ഈ റൂൾ വെച്ച് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇന്റഗ്രൽ വാല്യൂവിന് ഒരു പെർട്ടിക്കുലർ എറർ വരെ അല്ലെങ്കിൽ ഒരു മാക്സിമം വാല്യൂ ഇത്ര വരെ പോവുള്ളൂ. അതിൽ കൂടുതൽ ഒരിക്കലും ഈ എറർ ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അപ്പർ ബൗണ്ടും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ആ അപ്പർ ബൗണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡ് ഇ എസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്. മോഡ് ഇ എസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു എച്ച് റേസ് ടു 4 ഇൻറ്റു എം. ഇതാണ് നമ്മളുടെ എറർ എസ്റ്റിമേറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ എറർ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എഗെയിൻ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഇഫ് എഫ് റേസ് ടു 4 ഇസ് കണ്ടിന്യൂസ് ആൻഡ് എം ഇസ് എനി അപ്പർ ബൗണ്ട്. n is any upper bound for the values of mod f raised to 4 on closed a comma b, then we can say ESB is like this. That is, നമുക്ക് ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ട്രപ്പീസോയിഡൽ റൂളിലെ എറർ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എഫിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനൊരു അപ്പർ ബൗണ്ട് നമ്മൾ ഈ ഇന്റർവെൽ എ ടു ബിയിൽ കണ്ടുപിടിക്കും. അതാണ് എം എന്ന് പറഞ്ഞ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല, നമ്മൾ എഫിന്റെ സിംപ്സൺസ് റൂൾ 1/3 റൂളാണ്. സോ ഇവിടെ എഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഇനി അത് അതിനൊരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കും. ആ അപ്പർ ബൗണ്ട് എവിടെയാണ് തന്നിട്ടുള്ള ഇന്റർവൽ എ ടു ബിയിൽ അതിന്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കും. അതാണ് എം ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് യൂസിങ് ദിസ് ഫോർമുല വി ക്യാൻ ഫൈൻഡ് ദ upper bound for the error estimate in the Simpsons rule.